ഫിഫ 2026 ലോകകപ്പ് അടുക്കാനിരിക്കെ ലോകകപ്പ് മത്സരങ്ങൾ ഇന്ത്യക്കാർക്ക് കാണാനാവില്ലേ എന്ന ആശങ്ക ശക്തമാകുന്നു. ടൂർണമെന്റിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴും ഇന്ത്യയിലെ സംപ്രേഷണ അവകാശത്തിൽ അനിശ്ചിതത്വം തുടരുകയാണ്. അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്നീ രാജ്യങ്ങളിലായി നടക്കുന്ന വിശ്വ ഫുട്ബോൾ മാമാങ്കത്തിന്റെ അവകാശം ഏറ്റെടുക്കാൻ ഇതുവരെ പ്രമുഖ ചാനലുകളോ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളോ മുന്നോട്ടു വന്നിട്ടില്ല. കഴിഞ്ഞ മാസം ഏഷ്യൻ വിപണികളിലെ ബ്രോഡ്കാസ്റ്റിംഗ് റൈറ്റ്സ് സംബന്ധിച്ച വിവരങ്ങൾ ഫിഫ പുറത്തുവിട്ടപ്പോൾ ആദ്യ പട്ടികയിൽ ഇന്ത്യ ഉണ്ടായിരുന്നില്ല. ജപ്പാൻ, ഇന്തോനേഷ്യ, സിംഗപ്പൂർ തുടങ്ങിയ രാജ്യങ്ങൾ സ്ഥാനം പിടിച്ചെങ്കിലും രണ്ടാമത് പുതുക്കിയ പട്ടികയിലും ഇന്ത്യയുടെ പേരുൾപ്പെടാത്തതാണ് ആരാധകരെ ഞെട്ടിച്ചിരിക്കുന്നത്. ലോകകപ്പിന് ഇനി ഏകദേശം 2 മാസത്തോളം മാത്രമാണ് സമയമുള്ളത്. ജൂൺ 12 മുതലാണ് മത്സരങ്ങൾ ആരംഭിക്കുന്നത്. റിപ്പോർട്ടുകൾ പ്രകാരം 2026-2030 ലോകകപ്പുകളുടെ സംപ്രേഷണ അവകാശത്തിനായി ഫിഫ ആദ്യം ആവശ്യപ്പെട്ടത് $100 മില്യൺ ആയിരുന്നു. എന്നാൽ ഇന്ത്യൻ കമ്പനികൾ താൽപര്യം കാണിക്കാത്തതിനെ തുടർന്ന് ഇത് $35 മില്യൺ ഏകദേശം 290 കോടി രൂപയായി വെട്ടിക്കുറച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഖത്തർ ലോകകപ്പിന് വയാക്കോം 18 നൽകിയ $62 മില്യൺ വളരെ കുറവാണിത്. അമേരിക്കൻ ഭൂഖണ്ഡങ്ങളിൽ മത്സരങ്ങൾ നടക്കുമ്പോൾ ഇന്ത്യയിൽ അത് അർദ്ധരാത്രിയിലോ പുലർച്ചെയോ ആയിരിക്കും. ഇത് കാഴ്ചക്കാരുടെ എണ്ണം കുറയ്ക്കുമെന്നും പരസ്യവരുമാനത്തെ ബാധിക്കുമെന്നും ചാനലുകൾ ഭയപ്പെടുന്നുണ്ട്. സ്റ്റാർ ഇന്ത്യയും വയാക്കോം 18 തമ്മിലുള്ള ലയനം വിപണിയിലെ മത്സരം കുറയാൻ കാരണമായിട്ടുണ്ട്. ICC ടൂർണമെന്റുകൾക്കും IPLനും വേണ്ടി കോടിക്കണക്കിന് രൂപ നിക്ഷേപിച്ച കമ്പനികൾ ഫുട്ബോളിനായി അധിക തുക ചെലവാക്കാൻ മടിക്കുന്നു. ഇതെല്ലാമാണ് ഇന്ത്യയിലെ സംപ്രേഷണ അവകാശം വിറ്റുപോകാത്തതിന് പിന്നിലെ കാരണങ്ങൾ. ഖത്തർ ലോകകപ്പിന് ഇന്ത്യയിൽ നിന്ന് 167 മില്യൺ ടെലിവിഷൻ കാഴ്ചക്കാരുണ്ടായിരുന്നു എന്നാണ് ഫിഫയുടെ കണക്ക്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഫുട്ബോൾ വിപണികളിലൊന്നായ ഇന്ത്യയിൽ ഇത്തവണ സംപ്രേഷണം മുടങ്ങിയാൽ അത് ആരാധകർക്കും ഫിഫയ്ക്കും ഒരുപോലെ കനത്ത തിരിച്ചടിയാകും. അവസാന നിമിഷം ഏതെങ്കിലും പ്ലാറ്റ്ഫോം അവകാശം ഏറ്റെടുക്കുമെന്ന പ്രതീക്ഷയിലാണ് ഫുട്ബോൾ പ്രേമികൾ.